ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് കുഞ്ഞിന് വേണ്ടി, അവളുടെ മകൾക്ക് വേണ്ടി ഓവർ മദ്യപാനമാവുന്ന സമയത്ത് ഒരുപാട് ആക്രമണത്തിനവയും വളരെ മൃഗീയമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ മകൾ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയായിരുന്നു. മദ്യപാനം ഇല്ലാത്തപ്പോൾ അവന് യാതൊരു കുഴപ്പമില്ല. മദ്യം ഓവറായിട്ട് കഴിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും വയലന്റ് ആവുകയും ഇത്തരം ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലാത്തതിനാണ്. പെൺകുട്ടി സഹിക്കാൻ പറ്റാത്തതൊക്കെ അവൾ സഹിച്ചത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഇവർ തങ്ങളുള്ള ഇഷ്യൂ ഞാൻ ഫോണിൽ കൂടി നേരിട്ടും ലൈവും എല്ലാം കണ്ടിട്ടുണ്ട്. അവൾ ഒരിക്കലും അത് ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മോള് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര ജീവൻ അവൾക്ക്. അങ്ങനെയുള്ളവൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്റെ പൊന്നുമോള് വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു, അമ്മ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കാണിച്ചിട്ടുണ്ട്, പലവട്ടവും കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പൊന്നുമോളെ നീ എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കിടക്കുന്നത്. അന്നേരമൊക്കെ അവള് പറയാം, അമ്മ എന്റെ കുഞ്ഞിന്റെ പഠിത്തം നോക്കിയാ ഞാൻ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത്. പ്ലേറ്റ് വെച്ച് തലയ്ക്ക് അടിച്ച് 3-4 തുണ്ടായി പ്ലേറ്റ്. എന്നിട്ട് ശരീരത്തിന്റെ കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ച് എല്ലാം പാടുകളായിരുന്നു. എൻ്റെ കുഞ്ഞിന്റെ കൂടെ പഠിച്ച കൊച്ചുങ്ങളെ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആണ് പോലോ പെണ്ണു പോലോ അവരെന്തെങ്കിലും സംസാരിക്കുകയോ കൈ കാണിക്കുകയോ ചെയ്ത് അവൻ വീട്ടിൽ ചെന്നിട്ട് അടിക്കും. പെൺകുഞ്ഞുങ്ങൾ സംസാരിച്ചാലും അവനിഷ്ടമല്ല. അവൻ അന്നേരം അവളുമായിട്ട് വഴക്കടിച്ച് അവളെ ഉപദ്രവിക്കും. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ അവന് എൻ്റെ കുഞ്ഞിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്.